BYD ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് BYD E6 എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഒരു ഇലക്ട്രിക് MPV ആണ്, അതും 7 സീറ്റിൻ്റെ ഒരു വലിപ്പവും ആ ഒരു രൂപഭാവവും ഒക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ കൂടി ഇവൻ ഒരു 5 സീറ്റാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയും സ്പേസ് എന്താണെന്ന്. അത്രയും സ്പേസ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീൽ ബേസ് കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എന്തായിരിക്കും എന്നുള്ളത്. ഇൻറ്റീരിയർ സ്പേസും കംഫർട്ടും പിന്നെ ഇവൻ്റെ ബൂട്ട് സ്പേസിൻ്റെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ താഴെയായിട്ട് സ്പേസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. ഏകദേശം 580 ലിറ്ററാണ് ഇവൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ക പ്രാക്ടിക്കൽ ഇലക്ട്രിക് MPV ആയിട്ട് നമുക്ക് BYD E6നെ കാണാം. E6 ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് അധികം നാളായി. അപ്പം നമുക്ക് അറിയാം പ്രൂവൺ ആയിട്ടുള്ളൊരു വാഹനമാണ്. കാരണം ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഇത് ഈ BYD യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ബാറ്ററി ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ റിലയബിലിറ്റിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അങ്ങേയറ്റം റിലയബിൾ ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ആയിട്ടുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ബ്രാൻഡാണ് BYD. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. വൈസ് നോക്കുമ്പോൾ ഒരു MPVയുടേതായ രൂപമാണെങ്കിൽ കൂടി വളരെ സ്ലീക്കായിട്ട് വളരെ സ്പോർട്ടി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള കട്ടിങ്ങും ക്രീസിങ്ങും വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ലൈനൊക്കെ നൽകി ഫ്ലോട്ട് ചെയ്തിറങ്ങുന്നൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. വാഹനത്തിനോട് എന്തുകൊണ്ടും മാച്ചായി നിൽക്കുന്നൊരു ഹെഡ് ലാമ്പ് യൂണിറ്റ്. പക്ഷെ അത് ഹാലോജൻ യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. DRL LED നമുക്ക് കാണാം. ടേൺ ഇൻഡിക്കേറ്റർ അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് എന്തോ വാഹനത്തിന് കൊടുത്തിട്ടില്ല. ഇതിനൊറ്റ വേരിയൻ്റേ ഉള്ളൂ. ഒരൊറ്റ ബാറ്ററി പാക്കും ഒരൊറ്റ റേഞ്ചും ഒരൊറ്റ വേരിയൻറ്റും, അതാണ് BYD E6. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരൊറ്റ പ്രൈസിങ്ങിലേ വാങ്ങിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ആദ്യ സമയത്ത് ഇറങ്ങിയപ്പം ടാക്സി രജിസ്ട്രേഷനായിട്ട് ഈ വാഹനം നമുക്ക് ലഭിക്കത്തുള്ളായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയുടെ പേരിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നീട് ഏതൊരു സാധാരണക്കാരനും ഇതെടുത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള സെറ്റപ്പ് വന്നപ്പോഴാണ് BYD ഇന്ത്യയിൽ കയറി ക്ലച്ച് പിടിച്ചത്. അതുകൊണ്ടാണ് ആദ്യ കാലത്തൊന്നും ഈ വാഹനം അധികം ആരും ശ്രദ്ധിക്കാതെ പോയത്. പക്ഷേ ഇപ്പം ശ്രദ്ധിച്ചോ, കിടിലൊരു വാഹനമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 7 സീറ്റിൻ്റെ ഗുണം ചെയ്യുന്ന ഒരു ഇലക്ട്രിക് MPV ആണ് BYD E6. അതിൻ്റെ ലോഗോയും നമുക്കിവിടെ കാണാം. BYD ബിൽഡ് യുവർ ഡ്രീം എന്നുള്ളൊരു ലോഗോ നമുക്കിവിടെ കാണാം. ക്ലോസ്ഡ് ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചെറിയൊരു ക്രോം സ്ട്രിപ്പ് വരുന്നതായിട്ട് കാണാം. ഈ ബോണറ്റ് ഏരിയ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തൊരു ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു വിസിബിലിറ്റിയാണ് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ടു ഹാൻഡിലാണ്. വളരെ മികച്ച മാനുവറബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് BYD E6 ഓഫർ ചെയ്യുന്നത്. ഇത്രയും വലിയ വാഹനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇലക്ട്രിക് ആണ്. നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക് ആണ് ഇലക്ട്രിക് വരുന്നത്. പിന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു വാഹനമാണ് ഓടിക്കുന്നുള്ള ഒരു ഫീലും ഇല്ല. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഉഗ്രൻ MPV ഇലക്ട്രിക് ആണ് BYD E6. ഞാനിപ്പം കുറേ പ്രാവശ്യം പറഞ്ഞു E6 എന്ന് എടുത്ത്. കാരണം ഇത് ഈ വാഹനം ഏതാണെന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പലരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കി ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. BYD എന്ന് പറയുന്ന ഒരു വലിയ ഇലക്ട്രിക് ബ്രാൻഡാണ്. പണ്ട് തൊട്ടേ ഇലക്ട്രിക് ബസ്സുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ഉഗ്രൻ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ അഗ്രഗണ്യന്മാരെന്നാണ് നമ്മൾ പറയേണ്ടത്. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരു ടയർ നമുക്ക് കാണാം. ഏകദേശം 17 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 215, 55, 17 ഇഞ്ച് ടയറാണ് വരുന്നത്. ഒരു സിൽവർ അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പോക്കുകളൊക്കെ ഉള്ള അതും ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു ടാക്സി രജിസ്ട്രേഷനുള്ള വൈറ്റ് കാറാണെങ്കിൽ ഇതിന് ധാരാളം കളർ ഓപ്ഷൻസ് ഉണ്ട്. ബ്ലാക്ക് എടുത്തിട്ട് നിങ്ങൾ ഫുള്ള് ഡീക്രൗൺ ചെയ്ത് ഈ അലോയ് ഒക്കെ ബ്ലാക്ക് ചെയ്ത് റെഡ് കാലിപ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിമനോഹരമാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുനടക്കാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ലെങ്ത് ഉള്ളൊരു വാഹനമാണെന്ന് കാണാം. ചുറ്റും ക്യാരക്ടർ ലൈനൊക്കെ പോകുന്നതായിട്ട് കാണാം. ബോഡി കളർ ഡോർ ഹാൻഡിൽ ചുറ്റും ഒരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ താഴെയായിട്ട് സ്പേസ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. വിൻഡോ ലൈനിൻ്റെ മേളിലായിട്ടും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതും സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ ഭംഗിയാക്കുന്നുണ്ട്. എല്ലാം ആ വാഹനത്തിനോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ മിറർ ആയാലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത്. അവിടെ ടേൺ ഇൻഡിക്കേറ്ററും കാണാം. ചെറിയ പിയാനോ ബ്ലാക്ക് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്ന് പറയാനുള്ളൂ. ഒരുപാട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒട്ടും ബോഡി റോളില്ല. നല്ല യാത്രാസുഖമാണ്. നമ്മൾ ഡ്രൈവിൻ്റെ സമയത്ത് പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ഏരിയ എത്രത്തോളം വലിയ ഗ്ലാസ് ഏരിയ ആണെന്ന് നിങ്ങൾക്ക് എൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അറിയാം. എന്താ ഇന്നോവയായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ അത്രയും വലിയ ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. അതും വൈഡായിട്ട് ഓപ്പൺ ചെയ്യാം. വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയ. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ. പിന്നെ നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസിൽ നിന്ന് തന്നെ ബാക്ക് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. കാരണം 580 ലിറ്ററാണ്. വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസാണ്. ഞാൻ ചെറുതായിട്ടൊരു മയക്കം കഴിഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലൊക്കേഷനും ഇങ്ങോട്ട് വരുന്ന റോഡ് കണ്ടീഷനൊക്കെ ബേസ് ചെയ്തിരുന്നു. വണ്ടി അത്ര നീറ്റല്ല. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കാണാം. ഷാർഫിൻ ആൻറ്റിന, ഡീഫോഗർ, റിയർ വൈപ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ക്രോം എലമെൻറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹെഡ് ലാമ്പിനോട് അങ്ങേയറ്റം മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ടെയിൽ ലാമ്പ് ഉണ്ട്. അത് ക്വാർട്ടർ പാനലിൽ നിന്ന് ആരംഭിച്ച് ബോഡിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് കാണാം. ഒരു കംപ്ലീറ്റ്ലി LED യൂണിറ്റാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതും ഭംഗിയായിട്ടുണ്ട്. E6 വാഹനത്തിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് അവിടെ കാണാം.
വേറെ വേരിയന്റ് ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ BYD ബിൽഡ് യുവർ ഡ്രീം ആ ഒരു ലോഗോയും കാണാം. ഇത്രയും കാര്യങ്ങളാണ് റിയർ സൈഡിൽ പറയാനുള്ളത്. തൊട്ട് താഴെ ബമ്പറിന്റെ പോർഷനിലായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലൊന്ന് വാഹനം പതിഞ്ഞിരിക്കുന്ന രൂപമാണ്, അങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു MPV ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വളരെ ഭംഗിയുള്ള, എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും ലുക്ക് വൈസ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു MPV ഏതാണെന്ന് വെച്ചാൽ ഇവനെ ചൂണ്ടിക്കാണി. LED ടെക്നോളജി, അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള മിനിമലായിട്ടുള്ള ഡിസൈൻ തീം ഫോളോ ചെയ്തു പോകുന്ന ഒരു വാഹനമാണ് BYD E6. അപ്പോൾ BYD E6ൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ കാണുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് ഇവരുടെ അറ്റോത്രി എന്ന മോഡലിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോഴാണ്. അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങേയറ്റം പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിരുന്നു. പക്ഷേ ഇത് വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയറാണ്, എങ്കിൽ കൂടി ഫീച്ചേഴ്സിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതിൽ നമ്മൾ സ്വിച്ച് ചേർക്കുമ്പോൾ ടിൽറ്റ് ചെയ്യാവുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ പിടിച്ച് തിരിച്ചാൽ ടിൽറ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീലാണ്. ചെറിയ പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ഫുള്ളി ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. വളരെ റഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഒട്ടും സോഫ്റ്റ് ആയിട്ടുള്ള പാഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണെന്ന് പറയേണ്ടത്. ബിൽഡ് യുവർ ഡ്രീംസ് എന്നുള്ളൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. വയർലെസ് പാഡുകളൊരു പാഡുണ്ട്, പക്ഷേ വയർലെസ് ചാർജിങ് ഇല്ല. പിന്നെ ഡ്രൈവ് മോഡ്, എക്കോ, നോർമൽ, സ്പോർട്സ് എന്നുള്ള മോഡ്സിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം. AC കൺട്രോൾസിൻ്റെ സ്വിച്ച്, ബേസിക്കലി അത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും അവൻ്റെ ഒരു ഫിസിക്കൽ ബട്ടൺ ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗിയർ സെലക്ടർ ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് കാണാം, 2 കപ്പ് ഹോൾഡേഴ്സ്, കീ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ്, കീയൊക്കെ വളരെ സെറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. BYD ലോഗോയൊക്കെ കാണാം. ഇനി നമുക്ക് ഗ്ലൗ ബോക്സ് തുറന്ന് നോക്കുകയാണെങ്കിൽ അവിടെ 2 USB ചാർജിങ് പോർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് സ്പോട്ട്, പിന്നെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഗ്ലൗ ബോക്സ് ആ ഒരു പോർഷനിലായിട്ടും കാണാം. ടൈ സപ്പോർട്ടൊക്കെ നല്ല ചാടിച്ച് നിർത്തിയിട്ടുണ്ട്. ഫുള്ളി ഒരു ബ്ലാക്ക് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. സൺറൂഫോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ തുറന്ന് കാണിക്കാനായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. അധികം ഡിസൈൻ ഗിമ്മിക്സുകളോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള പാഡിങ്ങോ ഫീച്ചേഴ്സോ ഒന്നും എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് സൺവൈസർ, അവിടെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ മടക്കി വെക്കാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. ഡീസൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടെന്നാണ് പറയേണ്ടത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ആ ഒരു പോർഷനിലായിട്ട് കാണാം. എത്ര % ചാർജ് ഉണ്ട്, എത്ര റേഞ്ച് ഉണ്ട്, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് കാണാം. സ്റ്റിയറിംഗ് വീലും വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് നമ്പർ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, ഡോർ പാഡിലും നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡോർ ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഫ്രണ്ട് സീറ്റിലും കംഫർട്ട് റിയർ സീറ്റ് ആണെന്നാണ് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സീറ്റ് ആണ്. ഇത്രയും ലെഗ് സ്പേസ് ഉണ്ടായിട്ട് കൂടി ഫ്രണ്ട് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ മുട്ട് തട്ടുന്ന പ്രശ്നം ഒരു കാരണവശാലും വരത്തില്ല. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ്, അത് ഈ ഒരു ലെതർ അപ്പോൾസറി വളരെ റഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണെങ്കിലും അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് റഫ് യൂസിനൊക്കെ പറ്റിയ ഒരു സീറ്റിൻ്റെ ഒരു മെറ്റീരിയൽ ആണെന്നാണ് പറയേണ്ടത്. തീരെ താഴ്ന്ന സെൻട്രലാണ്. അതുകൊണ്ട് തന്നെ 3 പേർക്കല്ല, എന്നെപ്പോലുള്ള 4 പേർക്ക് വിശാലമായിട്ടിരിക്കാനുള്ള ഒരു സ്പേസ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. റിയർ AC വെന്റും കാണാം, അതും വലിയൊരു AC വെന്റാണ് കൊടുത്തിട്ടുള്ളത്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 3 3-point സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കാണാം. നല്ല ഹെഡ് സ്പേസ് ഉണ്ട്. സ്പേസ് ആണ് ഇവൻ്റെ മെയിൻ. പിന്നെ ബൂട്ട് സ്പേസും, പിന്നെ ഇലക്ട്രിക് ആണ്, ചിലവില്ല എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. അപ്പോൾ ഇവൻ്റെ പവറും ടോർക്കും ബാക്കി എത്ര റേഞ്ച് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ BYD E6ൻ്റെ ഡ്രൈവാണ് കുറച്ചധികം നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്രയും വലിയൊരു MPV ആണ് നമ്മൾ ഓടിക്കുന്നുള്ളൊരു യാതൊരു ഫീലും ഇല്ല. വളരെ ഈസി ടു ഹാൻഡിലാണ്. വളരെയധികം മാനുവറിറ്റി ഉള്ള ഒരു വാഹനമാണ്. സിറ്റിയിലായാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡീസൽ എഞ്ചിനിൽ ടോർക്ക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാല് കൊടുക്കും, നമ്മൾ ഓവർടേക്കണമെന്ന് വിചാരിച്ചൊന്ന് കാല് കൊടുക്കുമ്പോൾ പൊക്കി എടുത്ത് പോകുന്നൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു 17 ഇഞ്ച് ടയറും ഈ ഒരു താന്നൊരു പ്രൊഫൈലുള്ള ഒരു വാഹനം. നമുക്കൊരു MPV ആണെങ്കിൽ കൂടി 175 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം റോഡ് ഗ്രിപ്പ് ഫീൽ ചെയ്യും, ബോഡി റോളും കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു വാഹനം ഇത് ടാക്സി രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇതിന് GPS കാര്യങ്ങളും ഗവർണറൊക്കെ ഉള്ള സ്പീഡ് ഗവർണറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 80 കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ 80 വരെ വരുന്നൊരു വരവ് ഒരു 1.5 വരവാണ്. 80 നമ്മൾ ക്രൂസ് ചെയ്ത് പോകുമ്പോഴും നമ്മളൊരു 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നൊരു ഫീലേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അത്രയധികം റോഡ് ഗ്രിപ്പും സ്റ്റെബിലിറ്റിയും ഒക്കെ ഉള്ളൊരു വാഹനമാണ്. അത്രയധികം എയറോ ഡൈനാമിക് ആയിട്ടാണ് കമ്പനി ഈ വാഹനത്തിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗേഴ്സിലിട്ട് കിടക്കണമെങ്കിൽ ഏകദേശം 180 തന്നെയാണ് ടോർക്കും
94 PS പവറുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്. കുറച്ച് കൺട്രോൾഡ് ആയിട്ടാണ് ഇതിൻ്റെ പവർ ഡെലിവറി എല്ലാം കമ്പനി ട്യൂൺ ചെയ്തിരിക്കുന്നത്. റീജനിന് നമുക്ക് അത്ര എഫക്റ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം ക്ലെയിംഡ് റേഞ്ച് 520 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞാൽ 520 കിലോമീറ്ററും നമ്മുടെ റിയൽ ലൈഫിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. 500 കിലോമീറ്റർ റേഞ്ച് എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല. അതും ഫാസ്റ്റ് ചാർജിങ് ഉള്ള വാഹനമാണ്. സ്ലോ ചാർജിങ് നിങ്ങൾ വീട്ടിൽ ചാർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകദേശം 12 മണിക്കൂർ കൊണ്ട് 0 to 100 ചാർജ് ആകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ റേഞ്ചും ബാറ്ററി ടെക്നോളജി ഒക്കെ വരുന്നത്. ഏകദേശം 71 കിലോ വാട്ട് ബാറ്ററിയാണ് ഈ വാഹനത്തിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒക്കെ അത്യാവശ്യം നല്ല ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ BYDയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അതുകൊണ്ട് തന്നെ വാറണ്ടി കൂടുതലുണ്ട്, കിലോമീറ്റർ വാറണ്ടി കൂടുതലുണ്ട്. നമുക്ക് അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇലക്ട്രിക് ബസ്സുകൾ ഉൾപ്പെടെയുള്ള പല ഈ ഒരു ഇലക്ട്രോണിക് ഫീൽഡിൽ ഫോണിൻ്റെ ബാറ്ററീസ് ഉൾപ്പെടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെന്ന നിലയിൽ അവർക്കാണ് ഏറ്റവും അനുയോജ്യ ഒരു ഇലക്ട്രിക് വാഹനം ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BYDയുടെ അറ്റോത്രി ഓടിച്ചപ്പോൾ നമ്മൾ ശരിക്കും ഇമ്പ്രസ് ആയതാണ്. ഇനിയിപ്പോൾ വരും ദിവസം നമുക്ക് സീല് അവരുടെ ഗംഭീര ഒരു ഫ്ലാഗ്ഷിപ്പ് സെഡാനാണ്. അത് നമുക്ക് അടുത്ത ദിവസം എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്തുള്ള BYDയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. EVM BYD. ഞങ്ങൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് സംബന്ധിച്ചോ ബുക്കിംഗ് സംബന്ധിച്ചോ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.